2024 ഉം, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രിയങ്ക ഗാന്ധിയും കെ.സി. വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും ഉം, 7 കോടി രൂപയോളം കോഴയായിട്ട് വാങ്ങി എന്നുള്ള രീതിയിൽ ഒരു പരാതി ഇപ്പം പൊങ്ങി വന്നിട്ടുണ്ട്. ഉം, അതായത് പരാതി ഉന്നയിച്ചേക്കുന്നത് ആരാണെന്ന് വെച്ചാൽ അതായത് ഹരിയാന മഹിളാ കോൺഗ്രസ് മുൻ ജനറൽ സെക്രട്ടറിയുടെ ഭർത്താവ് ഗൗരവ് കുമാറാണ് ഉം, പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തിരിക്കുകയാണ്. ഉം. ഇതിപ്പോ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയമായതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഇപ്പോൾ ഇത് ചർച്ചയായിട്ടുണ്ട്. എന്താണ് ശരിക്കും സംഭവം? അല്ല ഇതില് ഗൗരവ് കുമാറിന്റെ ആ ഒരു പത്രസമ്മേളനം ഉണ്ട്. അതോടൊപ്പം തന്നെ ആ പത്രസമ്മേളനത്തിൽ അതിന്റെ എല്ലാ പ്രൂഫോടും കൂടി തന്നെയാണ് ഉം, പത്രസമ്മേളനത്തിൽ വന്നിരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തത്. റവാഡ ചന്ദ്രശേഖർ നമ്മുടെ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതായത് എം പിമാരെന്ന് പറഞ്ഞാൽ ഒന്ന് കെ.സി. വേണുഗോപാൽ, അദ്ദേഹം ഇപ്പം നിലവിൽ എം പി ആണ്. അതോടൊപ്പം കൊടിക്കുന്നിൽ സുരേഷ്, അദ്ദേഹം മാവേലിക്കര എം പി ആണ്. ഇവർ രണ്ടുപേരും കൂടെ കൂടാതെ ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധി. പ്രിയങ്ക ഗാന്ധി ആരാണ്? പ്രിയങ്ക വാദ്ര. അപ്പം ഇവർക്ക് ഇതിനകത്ത് പങ്കുണ്ടെന്നും സീറ്റ് നൽകാമെന്നും പറഞ്ഞുകൊണ്ടാണ്. അപ്പം നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയിലെ AICC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, എം പിമാരും പണം വാങ്ങിക്കൊണ്ട്, കോഴ വാങ്ങിക്കൊണ്ട് സീറ്റ് വിതരണം ചെയ്യുന്നു എന്നുള്ള ഒരു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണത്തിന് ഉപോത്ബലകമായി നിൽക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇപ്പം ഇതിനു മുൻപും ഇത് സംബന്ധിച്ച ആരോപണങ്ങൾ പലപ്പോഴും, ഇപ്പം നമുക്കറിയാം കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടെന്നും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്നവരെ മാത്രമാണ് പലപ്പോഴും ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നതെന്നും സീറ്റുകൾ നൽകുകയും പദവികൾ നൽകുകയും ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു കടുത്ത ആരോപണം ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. എനിക്കൊന്ന് സിമി റോസ്ബെൽ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് മുൻ കോൺഗ്രസ് നേതാവാണ്, വനിതാ നേതാവ് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പരാതി പുറത്തേക്ക് വിട്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അന്ന് ഇത് സംബന്ധിച്ച് ചർച്ചകൾ വന്നതാണ്. അപ്പോൾ ഒന്നുകിൽ കോഴ വേണം, അതല്ല എന്നുണ്ടെങ്കിൽ വനിതാ നേതാക്കൾ അവരുടെ ഇംഗിതത്തിനനുസരിച്ച് നിൽക്കുന്നവരാവണം. അങ്ങനെയുള്ളവർക്കൊക്കെ മാത്രമേ പലപ്പോഴും സീറ്റ് നൽകുന്ന ഒരവസ്ഥ കോൺഗ്രസിനകത്തുള്ളൂ. ഇതിപ്പോൾ ശരിക്കും കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഹരിയാന പോലെ ഒരു തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത. അപ്പം പലയിടങ്ങളിലും പണം വാങ്ങിക്കൊണ്ട് സീറ്റുകൾ നൽകുകയും ആ സീറ്റുകളിൽ കോൺഗ്രസ് പാർട്ടിക്ക് പരാജയം സംഭവിക്കുകയും ചെയ്യുന്നു. ഇതൊരു വലിയ സംഭവമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പണം ഉണ്ടെങ്കിൽ പോപ്പുലാരിറ്റിയുടെ ആവശ്യമില്ല. നിങ്ങൾ പണം തരികയാണെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് തരും. അവിടെ ആ സീറ്റിൽ വിജയസാധ്യത ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ള കാര്യം നിങ്ങൾ നോക്കിക്കൊള്ളുക, അല്ലേ? നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ ജയിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. പക്ഷെ ഞങ്ങൾക്ക് പണം തരണം. അപ്പോൾ സീറ്റിന് വേണ്ടി ഞങ്ങൾക്ക് കോടികൾ തരണം, എങ്കിൽ ഞങ്ങൾ അവിടെ അവസരം നൽകും. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മത്സരിക്കാനോ ജയിക്കാനോ കഴിയില്ല. അപ്പം നമ്മൾ പലപ്പോഴും ഇപ്പം കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ള പല ആൾക്കാരെയും നമ്മളുടെ അടുത്ത് ചിലപ്പോൾ ഇഴകീറി പരിശോധിക്കേണ്ട ഗതികേട് വരും. അതായത് ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നു, ഇപ്പം ഐഷ പോറ്റി അടക്കമുള്ള അതിൽ ആരാണ് വന്നിട്ട് ഞങ്ങൾ തരുന്ന റൂട്ട് മാപ്പ് അനുസരിച്ച് സഞ്ചരിച്ചാൽ മതി എന്ന് പറഞ്ഞ് കൊടിക്കുന്നിൽ സുരേഷാണ്. ആ കൊടിക്കുന്നിൽ സുരേഷ് ഇതാ ഇങ്ങനെ ആരോപണത്തിൽ പെട്ടിരിക്കുന്നു. ഹരിയാന മഹിളാ കോൺഗ്രസ് നേതാവിന്റെ ഭർത്താവിന്റെ പരാതിക്കുള്ളിൽ കൊടിക്കുന്നിൽ സുരേഷ് പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ പല രാഷ്ട്രീയ മാറ്റങ്ങളെയും സംശയത്തോടു കൂടി തന്നെ നിരീക്ഷിക്കേണ്ടി വരും. എങ്ങനെയാണ്, അല്ലെ എന്തിനാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടായത്? അത് ഇപ്പം ഈ ഒരു ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ അതും പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അപ്പോൾ അറിയാം ആരൊക്കെ ഏതൊക്കെ നേതാക്കന്മാർക്ക് കോഴ കൊടുത്തു എന്നുള്ള കാര്യം ബോധ്യപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിയുമ്പോഴും ഇവിടെ കെ.സി. വേണുഗോപാൽ മേടിച്ചിരിക്കുന്നു. അപ്പൊ കെ.സി. വേണുഗോപാൽ ഉനൈസ് ഖാൻ എന്ന് പറയുന്ന ഒരാളാണ് ഡൽഹിയിൽ വെച്ച് പരിചയപ്പെടുത്തുന്നു. അവിടെ വെച്ച് സംസാരിച്ച് പരിചയപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹത്തിന് പണം ഈ ഉനൈസ് ഖാൻ വഴി 75 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ആ 75 ലക്ഷം രൂപ ഉനൈസ് ഖാന്റെ കൈവശം ഇയാൾ കൊടുത്തു വിട്ടു എന്നുള്ളതിന് വ്യക്തമായ അയാൾ തന്നെയല്ലേ പറയുന്നത്. ഇതിനെ കേരളത്തിലെ ഏതെങ്കിലും CPM-കാർ കെട്ടിച്ചമച്ച ഒരു ആരോപണം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഹരിയാന കോൺഗ്രസിൽ അല്ലെങ്കിൽ ഹരിയാനയിൽ എന്താ സംഭവിച്ചത്? ഹരിയാനയിൽ വീണ്ടും BJP അധികാരത്തിൽ കയറി. അത് ഈ ഗൗരവ് കുമാർ കൊടുത്തേക്കുന്ന പരാതിയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ലിക്വിഡ് മണി ആയിട്ടും അക്കൗണ്ട് ത്രൂ ആയിട്ടും പൈസ മേടിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് അതിന്റെ ഡേറ്റും എത്ര ലക്ഷം ആർക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്നും ആർക്കൊക്കെ പോയിരിക്കുന്നു എന്നുള്ള രേഖാസഹിതമാണ് പരാതി. അതെ. ഇപ്പം 2022 നവംബർ മാസത്തിൽ പണം കൈമാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2024 ഓഗസ്റ്റ് മാസത്തിൽ പണം കൈമാറിയിട്ടുണ്ട്. 2024 ഹരിയാന തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പൊ ആ സമയത്തും കാശ് കൊടുത്തിട്ടുണ്ട്. അന്ന് ഏകദേശം 75 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 2024 എനിക്കൊന്ന് ഓഗസ്റ്റ് മാസത്തിൽ അത്രയും പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പം എന്ത് സംഭവിച്ചു? ഹരിയാനയിൽ എന്താ സംഭവിച്ചത്? അവിടെ പരാജയപ്പെട്ടു കോൺഗ്രസ് പാർട്ടി. അവിടെ അത്രയും കാലം അതുവരെ വിചാരിച്ചു വെച്ചിരുന്ന പോലെ, ഇപ്പൊ നമുക്കറിയാം ഹരിയാനയിൽ നിന്നുള്ള പല ആൾക്കാരും, അതായത് ഗുസ്തി താരങ്ങൾ അടക്കമുള്ളവർ
അവിടെ ജന്തർ മന്ദിറിൽ സമരം ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഹരിയാന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഡൽഹി കണ്ടത് ഏറ്റവും വലിയ സമരമായിരുന്നു. ഗുസ്തി ഫെഡറേഷന്റെ അധ്യക്ഷനായിരുന്ന ബ്രിജ്ഭൂഷണെതിരായിട്ട് അവർ ലൈംഗിക പീഡന ആരോപണം ഉന്നയിക്കുന്നു. ഡൽഹി പോലീസ് അതിനെ തള്ളിക്കളയുന്നു. ഒടുവിൽ അതിനെതിരായി ഇവര് സമരം ഇരിക്കുകയും ആ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വലിയ ചലനം ഉണ്ടാക്കാൻ ഹരിയാനയിൽ കഴിഞ്ഞു. ഹരിയാന വംശജയായ ഒരു ഗുസ്തി താരം ഇതിനകത്തുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കർഷക സമരത്തിൽ എന്താ സംഭവിച്ചത്? ഈ കർഷക സമരത്തെ അടിച്ചൊതുക്കാൻ വേണ്ടി അവിടുത്തെ BJP സർക്കാർ ഡ്രോണുകൾ ഉപയോഗിച്ചു. അതായത് ഈ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ സർവേക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കും വളം ഇടുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡ്രോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഡ്രോൺ ഇവരുടെ മേലെ ഷെല്ലാക്രമണത്തിന് വേണ്ടി സർക്കാർ ഉപയോഗിച്ചു. അപ്പൊ ഇത്രയേറെ ക്രൂരത അവിടുത്തെ സർക്കാർ ഹരിയാനയിലെ ജാട്ട് സമുദായത്തോടും കർഷകരെയും അടിച്ചമർത്താൻ വേണ്ടി ഉപയോഗിച്ച സാഹചര്യത്തെ പോലും വോട്ടാക്കി മാറ്റുന്നതിനോ ആ അനുകൂല സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയെ വിജയത്തിലേക്ക് എത്തിക്കാനോ അന്ന് AICC ചുമതലയുണ്ടായിരുന്ന KC വേണുഗോപാലിന് കഴിയാതെ പോയി. അപ്പൊ എന്താ സംഭവം? അവിടെ അവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, അന്ന് എനിക്കൊന്ന് ഭൂപേന്ദ്ര ബോഡെ കണ്ടാണ് അവിടുത്തെ ഒരു PCCയുടെ നേതാവായിട്ടിരിക്കുന്നത്. അപ്പൊ പുള്ളിക്ക് എല്ലാ അവകാശവും വിട്ടുകൊടുത്തു. പുള്ളിയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നിട്ട് പോലും അവിടെ ആം ആദ്മി പാർട്ടിയുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചു. ആം ആദ്മി പാർട്ടി സ്വന്തം നിലയ്ക്ക് മത്സരിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന മുന്നണി നിലവിലുണ്ട്. ഇന്ത്യ മുന്നണി നിലവിലിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ആം ആദ്മി പാർട്ടി സെപ്പറേറ്റ് ആയിട്ട് ഹരിയാനയിൽ മത്സരിക്കുന്നു. ഇപ്പുറത്തെ പഞ്ചാബില് അവര് പ്രാമുഖ്യത്തോടു കൂടി നിൽക്കുകയാണ് ഇവിടെ ആം ആദ്മി പാർട്ടി. അപ്പൊ ഹരിയാനയിൽ ഇവർക്കൊരു സ്വാധീനം ഉണ്ടാവുമല്ലോ. അപ്പൊ അവര് അകറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസ്സുകാർ സെപ്പറേറ്റ് ആയിട്ട് മത്സരിച്ച ഒരു സാഹചര്യം വന്നു. ഇവർ ഇന്ത്യ മുന്നണി തന്നെ തകർന്നരിപ്പണമായ സാഹചര്യത്തിൽ ഇവര് അത്രയേറെ അനുകൂല സാഹചര്യം ഉണ്ടായിരുന്നിട്ട് കൂടി NDAക്ക് അവിടെ ഭൂരിപക്ഷം നേടി വിജയിക്കാൻ കഴിഞ്ഞു. അതും മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു. അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെയാണ് ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ എന്ത് സംഭവിച്ചു? അവിടെയും എന്താ പറയുക, വിരലിലെണ്ണാവുന്ന സീറ്റുകളിലേക്ക് കോൺഗ്രസ് പാർട്ടി തഴയപ്പെട്ടില്ലേ, തകർന്നു പോയില്ലേ? അതിനുശേഷം നടന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന സഖ്യം അവിടെ തകർന്നില്ലേ? അപ്പം ഏതൊരു തെരഞ്ഞെടുപ്പ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കോൺഗ്രസ് എന്ന് പറയുന്നത്, ഇപ്പൊ ബീഹാറിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നതിൽ എന്താ സംഭവിച്ചത്? അവിടെ നിതീഷ് കുമാറിന്റെ സഖ്യം അവിടെ അധികാരത്തിലേക്ക് എത്തുന്നു. അപ്പം അവിടെയും പിന്നീട് ബീഹാറിലുള്ള കുറേയധികം MLA ഇവിടെ നേരെ കോൺഗ്രസ് വിട്ടിട്ട് BJPക്ക് അല്ലെങ്കിൽ NDAക്ക് അനുകൂലമായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പം ഇങ്ങനെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ വിൽപ്പന ചരക്കാക്കി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ തനിക്ക് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള എന്തോ ഒരു സംവിധാനം മാത്രമാക്കി അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ തെളിവല്ലേ നമ്മൾ കാണുന്നത്. അപ്പൊ ഇവിടെ KC വേണുഗോപാൽ കുറ്റക്കാരനാണ്. പിന്നെ അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി കുറ്റക്കാരിയാണ്. കൊടിക്കുന്നിൽ സുരേഷ് കുറ്റക്കാരനാണ്. അപ്പൊ ഇവർക്ക് 3 പേർക്കെതിരായും ശക്തമായ തെളിവുകളോട് കൂടി തന്നെയാണ് ഗൗരവ് കുമാർ എന്ന് പറയുന്ന ആള് ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് പത്രസമ്മേളനം നടത്തിയത്. ഇങ്ങനൊരു പരാതി വന്നിട്ട് പോലും ഈ കോൺഗ്രസിലെ ഈ പറയുന്ന ഉയർന്ന നേതാക്കളൊന്നും പ്രതികരിക്കുന്നില്ലല്ലോ. എന്തിനു പ്രതികരിക്കണമെന്നേ? ഈ ഉയർന്ന നേതാക്കൾ തന്നെയാണ് പിടിയിലായിരിക്കുന്നത്. അവർക്കെതിരെയാണ്. ഇപ്പൊ നോക്കിയേ, KC വേണുഗോപാല് കേരളത്തിലെ KPCC അധ്യക്ഷനെക്കാട്ടി വലിയ പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളാണ്. AICC ജനറൽ സെക്രട്ടറിയാണ്. പുള്ളിക്കെതിരെ പരാതി വന്നു. പ്രിയങ്ക ഗാന്ധി ആരാണ്? കേരളത്തിൽ നിന്നുള്ള MP ആണ്. കേരളത്തിൽ നിന്നുള്ള വയനാട്ടിൽ നിന്നുള്ള MP ആണ് പ്രിയങ്ക ഗാന്ധി. ആരുടെ മകളാണ്? ഇത്രയും കാലം UPയുടെ അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധിയുടെ മകളാണ്. കോൺഗ്രസിന്റെ ഏറ്റവും ദേശീയ നേതാവ് എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ ദേശീയ നേതാവാണ് പ്രിയങ്ക ഗാന്ധി. ആ പ്രിയങ്ക ഗാന്ധി കോഴ വാങ്ങിയിട്ടുണ്ട്. ആ പ്രിയങ്ക ഗാന്ധിയെ എനിക്ക് തോന്നുന്നു ഒരാള് മുട്ടിച്ചെടുക്കുന്നു. എന്താണ്, സഹാസ് ഖാൻ എന്നാണ് പേര്. അദ്ദേഹം പ്രിയങ്ക ഗാന്ധിയുടെ PA ആണ്. കൂടിക്കാഴ്ച നടത്താൻ വേണ്ടിയിട്ട് അയാളോട് പറയുന്നു, ഞാൻ ഇപ്പൊ എന്ത് ചെയ്തു, ജൻപത് ടണ്ണിലേക്ക് പോകുന്നു. അവിടെയാണ് ഇവർ താമസിക്കുന്നത്, ഔദ്യോഗിക വസതി. അപ്പൊ അവിടേക്ക് പോകുന്നു. അവിടെ വെച്ച് കൂടിക്കാഴ്ച നടന്നില്ല എന്ന് പറയുന്നു. അപ്പൊ ഇദ്ദേഹം വഴിയും പ്രിയങ്ക ഗാന്ധിക്ക് പണം നൽകുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പൊ എന്താണ് ശരിക്കും പറഞ്ഞ ജനാധിപത്യത്തെ വിലക്കെടുക്കുന്ന സമീപനം പോലെയാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാശുണ്ടോ, നിങ്ങൾക്ക് സീറ്റ് തരാം. അപ്പം നമ്മൾ ഇതിൽ പരിശോധിക്കപ്പെടേണ്ടത് നമ്മൾ 1-2 ഉണ്ട്. ഒന്ന് ഐഷ പോറ്റിയുടെ രാഷ്ട്രീയ പ്രവേശനം, കോൺഗ്രസ് പ്രവേശനം. സ്നേഹത്തിന്റെ കടയിലേക്ക് വലിഞ്ഞു കയറി വന്ന സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ പ്രവേശനം. അങ്ങനെ മറ്റു പാർട്ടികളിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിയിലേക്ക് സീറ്റ് എന്ന് പറയുന്ന മോഹത്തോടു കൂടി വന്നിട്ടുള്ള എല്ലാവരെയും പരിശോധിക്കപ്പെടണം. ആരൊക്കെ എത്ര രൂപ വെച്ച് ഈ പറയുന്ന AICC ജനറൽ സെക്രട്ടറിക്കും കൊടിക്കുന്നിൽ സുരേഷിനും ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ഇവിടെ അങ്ങനെയാണെങ്കിൽ ഇവിടെ വലിയ തോതിൽ ഒരു പണത്തിന്റെ കുത്തൊഴുക്ക് നടക്കുന്നുണ്ട്. KC വേണുഗോപാൽ പറഞ്ഞ പോലെ ചിരണ്ടി അല്ല അവർ ജീവിക്കുന്നത്, തേങ്ങ ചിരണ്ടി തന്നെയാണ്. അത് വല്ലവന്റെയും കയ്യിലിരിക്കുന്ന തേങ്ങ മോഷ്ടിച്ചു കൊണ്ടുവന്ന് ചിരണ്ടി തന്നെയാണ് അവർ ജീവിക്കുന്നതെന്ന് പറയേണ്ടി വരും.